തലയെടുപ്പുള്ളവർ എടുത്തു പിടിച്ചോട്ടെ. പക്ഷേ ഏറ്റവും ഉയരമുള്ളവൻ, അല്ലെങ്കിൽ ഏറ്റവും അധികം നേരം തലയും പൊന്തിച്ച് കഴുത്തുളുക്കാതെ നിൽക്കുന്നവൻ ഏറ്റവും കേമൻ എന്ന പിന്തിരിപ്പൻ മൂരാച്ചി വാദത്തിന് തുറവൂരിൻ്റെ മണ്ണിൽ നിലനിൽപ്പില്ല. അതിനാൽ നെറ്റിപ്പട്ടവും മറ്റ് ആടയാഭരണങ്ങളും അണിഞ്ഞ് എഴുന്നള്ളിപ്പിൻ്റെ ആചാരവെടി മുഴങ്ങുന്ന അവസാന നിമിഷം വരെ തിടമ്പ് അല്ല, ഇന്നത്തെ തിടമ്പുകൾ ആർക്കൊക്കെ എന്നത് ആനകളെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ സസ്പെൻസ് തന്നെയായിരിക്കും. മറ്റേതെങ്കിലും ക്ഷേത്രത്തിലായിരുന്നെങ്കിൽ തങ്ങളെപ്പോലുള്ള ശരാശരിക്കാർ ഉത്സവത്തിടമ്പിലേക്ക് കണ്ണെറിയേണ്ടതില്ലെന്ന് മുല്ലയ്ക്കൽ ബാലകൃഷ്ണനും മാവേലിക്കര ഉണ്ണികൃഷ്ണനുമൊക്കെ വിചാരിക്കാമായിരുന്നു. പക്ഷേ രംഗവേദി തുറവൂരാകുമ്പോൾ അവർക്കറിയാം, ഒരുപക്ഷെ ഇന്നത്തെ നറുക്ക് വീഴുന്നത് തങ്ങൾക്കായിരിക്കുമെന്ന്. പക്ഷേ ദീപാവലി ഉത്സവത്തിലെ പ്രധാന ദിവസമായ വലിയ വിളക്ക് ദിവസത്തെ കാര്യങ്ങൾ ഇതാ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. നാണു എഴുത്തച്ഛൻ ശ്രീനിവാസനും തൃക്കടവൂർ ശിവരാജുവുമാണ് ഇന്നത്തെ പ്രധാന ഉദയന്മാർ, അല്ല താരങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചും പരിഗണിച്ചും വിലയിരുത്തിയ ശേഷം കൈക്കൊണ്ടിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് ഒറ്റനോട്ടത്തിൽ ഈ ജനക്കൂട്ടം കാണാത്ത അഥവാ തിരിച്ചറിയാത്ത ഒരുപാട് മാനങ്ങളുണ്ട്. എഴുത്തച്ഛൻ ശ്രീനിവാസൻ്റെ അനുഭവ സമ്പത്തിനും തൃക്കടവൂർ ശിവരാജുവിൻ്റെ ആവേശ പുതുമയ്ക്കും ഒരുപോലെ തിലകം ചാർത്തിയിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പാരമ്പര്യത്തിനും പുതുമയ്ക്കുമുള്ള അംഗീകാരമാണ്. തലമുറകളുടെ അപൂർവ സംഗമമാണ്. ശിവരാജു തിരുവിതാംകൂറിൻ്റെ മാനം കാക്കുമ്പോൾ ശ്രീനിവാസൻ പൂരനഗരിയുടെ പ്രൗഢ ഗാംഭീര്യം മാനം മുട്ട ഉയർത്തിപ്പിടിക്കുന്നു. ജന്മം കൊണ്ട് ബീഹാറിയാണ് ശ്രീനിവാസനെങ്കിൽ ഞാറ്റുവേലയുടെ കുളിരും മണ്ണിൻ്റെ മണവുമുള്ള സഹ്യപുത്രനാണ് ശിവരാജു. ശ്രീനിവാസനുള്ള ആദരവിനെ സ്വകാര്യ മേഖലയിലെ ആനയുടമകൾക്കും ആനകൾക്കുമുള്ള അംഗീകാരമായി വ്യാഖ്യാനിക്കാമെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അഥവാ പൊതുമേഖലയുടെ പൊന്നാലവട്ടമാണ് ശിവരാജു. അപ്പൊ ആനകൾ തമ്മിൽ എഴുത്തച്ഛനും നമ്മുടെ ശിവരാജും കൂടി ഒന്ന് തലപ്പൊക്ക മത്സരത്തിൽ നമ്മളില്ല കേട്ടോ. ആനപ്രേമി പറയേണ്ട ഈ തലപ്പൊക്ക മത്സരത്തില് പതിവായിട്ട് പങ്കെടുക്കുന്ന ആനകളാണ് കൂടുതലുള്ളത്. തലപ്പൊക്ക മത്സരം, ഈ ആനയും തലപ്പൊക്ക മത്സരത്തിൽ മത്സരപ്പൂരങ്ങൾക്ക് അങ്ങനെ പോകാറില്ലെങ്കിലും എന്നാലും അത്യാവശ്യം ഉയരമുള്ള ആനയാണ്. അത്യാവശ്യം എന്ന് വെച്ചാൽ നല്ല ഏകദേശം സാമാന്യം ഭേദപ്പെട്ട ഉയരമുള്ള ആനയാണ്. എല്ലാ ആനകളും അത്യാവശ്യം നഗർന്ന ആനകൾ തന്നെ, അറിയപ്പെടുന്ന ആനകൾ തന്നെ. ക്ഷേത്ര ആചാരങ്ങളിലെയും ഉത്സവ നടത്തിപ്പിലെയും ചിട്ടവട്ടങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന തുറവൂർ ദീപാവലി ഉത്സവം മറ്റൊരു കാര്യത്തിൽ കൂടി ഉത്സവ കേരളത്തിന് മാതൃകയാണ്. ആനക്കമ്പവും ലഹരിയും സിരകളിൽ നുരഞ്ഞു പതയാൻ തുടങ്ങിയാൽ പിന്നെ പാവം ആനകളുടെ കൊമ്പിലും വാലിലും നിന്ന് പിടിവിടാതെ, അവരെ ഒന്ന് ശ്വാസം വിടാൻ പോലും അനുവദിക്കാതെ അവരെ ഇട്ട് വീർപ്പുമുട്ടിക്കുന്ന തലയെടുപ്പ് മാമാങ്ക വേദികളിൽ നിന്നും വിഭിന്നമായി ഇവിടെ ഇതാ നെറ്റിപ്പട്ടം കെട്ടി ചമഞ്ഞൊരുങ്ങി നിൽക്കുന്ന ആനത്താരങ്ങൾക്ക് മുന്നിൽ അച്ചടക്കത്തോടെ നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് അവരുടെ ചുവടുകൾക്കും ശരീരഭാവങ്ങൾക്കും മുന്നിൽ നിർനിമേഷരായി നിറഞ്ഞ മനസ്സോടെ ഒരു ജനാവലി. അതെ, ഇവിടെ ഇവർക്ക് മുന്നിൽ ആനകൾ കാട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുവരപ്പെട്ട വന്യമൃഗങ്ങളല്ല, മറിച്ച് ഒരു നോട്ടം കൊണ്ട്, ഒരു ചെവിയാട്ടൽ കൊണ്ട്, ആടി ഉലയാത്ത നിലവ് കൊണ്ട് ഒരാൾക്കൂട്ടത്തെ അപ്പാടെ തങ്ങളുടെ വരുതിയിലാക്കാൻ പോന്ന ഭാവനാസമ്പന്നരായ കലാകാരന്മാർ തന്നെയാണ്. അതെ, ഉത്സവങ്ങൾ ഒഴിഞ്ഞകന്ന വിശ്രമകാലത്തിനു ശേഷം ആനകൾ അണിയറയിലേക്ക് പിൻവാങ്ങിയ വർഷകാല ദിനരാത്രങ്ങൾക്ക് ശേഷം ആനപ്രേമികളുടെ ഹൃദയതാളങ്ങളിലേക്ക് ഉത്സവമേളങ്ങൾ വിളക്കിച്ചേർത്തുകൊണ്ട് ഒരു ദീപാവലി ഉത്സവം കൂടി. മതപ്പാടിലും രോഗാവസ്ഥയിലുമായവർ ഒഴികെയുള്ള
കേരളത്തിലെ ഗജരാജ കേസരികളെയെല്ലാം ഒന്നിച്ചു കാണാനും കണ്ണു നിറയെ അവരുടെ ചലനതാളങ്ങൾ കണ്ടു നിൽക്കാനും മനസ്സ് നിറയെ അവരുടെ ചുവടുവയ്പ്പുകൾക്കൊപ്പം പിന്തുടരാനും അവസരമേകുന്ന തുറവൂർ ദീപാവലി ഉത്സവം ആനപ്രേമികൾക്കെല്ലാം അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരമൃതത്താണ്. പുതിയ പുതിയ ഉത്സവ നഗരികളിലേക്കും ആനക്കാഴ്ചകളിലേക്കുമുള്ള പൊൻകണി കാഴ്ചയായി ഉത്സവ വർഷാരംഭത്തിലെ ഐശ്വര്യ തിങ്കളായി ദീപാവലി ഉത്സവം ആനപ്രേമികളെ വഴി നയിക്കട്ടെ. അടുത്ത വർഷം തുറവൂരിൽ വീണ്ടും ഒത്തുകൂടാം എന്ന ആശംസാ വചസ്സുകളുമായി വഴിപിരിയുന്ന ആനകൾ, ആനക്കാർ, ആനപ്രേമികൾ. അതെ, അവരെല്ലാം ഇപ്പോഴേ കാത്തിരിപ്പ് തുടങ്ങുകയായി അടുത്ത ദീപാവലി ഉത്സവത്തിനായി.